ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന് ആന ഉടമ സംഘടന. ആന ഉടമകളുടെയും ഉത്സവ സംഘാടകരുടെയും അടിയന്തര യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1-ന് തൃശൂരിൽ ചേരും. തിയോഫിൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. തിയോഫിൻ, ഗായത്രി ചേരുന്നു തൃശൂരിൽ നിന്ന്. ഗായത്രി, എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശൂർ പൂരത്തിൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് അതുപോലെ കർശനമായി നടപ്പാക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മുഴുവൻ ആനകളുടെ പങ്കെടുക്കുന്ന മുഴുവൻ ആനകളുടെ പട്ടികയും ഒപ്പം തന്നെ ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഈ മാസം 15-ന് മുൻപ് തന്നെ കോടതിയിൽ സമർപ്പിക്കണം. ഒപ്പം തന്നെ കോടതി നിയമിക്കുന്ന അമിക്കസ് ക്യൂറി ഈ ആനകളെല്ലാം പരിശോധിച്ച് അവയുടെ ആരോഗ്യനില ഉറപ്പുവരുത്തണം. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുകളുമുള്ള ആനകളെ ഈ തൃശൂർ പൂരത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കണമെന്നുള്ള കാര്യത്തിൽ ഈ മാസം 17-നായിരിക്കും കോടതി തീരുമാനമെടുക്കുക. അത്തരത്തിൽ തൃശൂർ പൂരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ കർശനമായ നിലപാട് ആണ് കോടതി എടുത്തിരിക്കുന്നത്. ഈ ഒരു നിലപാടിൽ കോടതിയുടെ ഈ ഒരു സർക്കുലറിൽ പ്രതിഷേധവുമായി ആന ഉടമകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളെല്ലാം അത് അപ്രായോഗികമാണെന്ന നിലപാടാണ് ആന ഉടമകളുടെ സംഘടനകൾ എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു പ്രതിഷേധം ഇവർ അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവർ ഈ ഒരു വിഷയത്തിൽ യോഗം ചേരുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി നിലപാട് എടുത്തിരിക്കുന്നത് സുരക്ഷയെ മുൻനിർത്തി, തൃശൂർ പൂരത്തിന്റെ ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തി ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിലപാടുകൾ കർശനമായി പാലിക്കണം എന്നൊരു നിലപാടാണ് ഹൈക്കോടതി എന്തായാലും കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ആന ഉടമകളുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് ലഭ്യമാണോ ഗായത്രി? ഇത് പ്രായോഗികമല്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ തൃശൂർ പൂരത്തിൽ പ്രായോഗികമല്ല എന്നൊരു നിലപാടാണ് ഈ ആന ഉടമകൾ കൈക്കൊള്ളുന്നത്. ഈ ആളുകളെ ആനയിൽ നിന്നും 50 മീറ്റർ ഒക്കെ അകലെ നിർത്തണം എന്ന ഒരു ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള നിയമങ്ങളാണ് ഈ വൈൽഡ് ലൈഫ് വാർഡിന്റെ നിയമാവലിയിലുള്ളത്. ഈ ആനകളെ എങ്ങനെ പങ്കെടുപ്പിക്കണം, ആളുകളെ എങ്ങനെ പങ്കെടുപ്പിക്കണം എന്നുള്ള പ്രായോഗിക എന്നൊരു നിലപാടാണ് ഈ ആന ഉടമകളുടെ സംഘടനകൾ എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ശക്തമായ പ്രതിഷേധം ഈ സർക്കുലറിൽ ആന ഉടമകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു പ്രായോഗിക സർക്കുലറാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞത്. അതിനാൽ തന്നെ ആന ഉടമകളുടെയും ഉത്സവ സംഘാടകരുടെയും ഒരു അടിയന്തര യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1-ന് തൃശ്ശൂരിൽ ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും അവർ ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുക. തിയോഫിൻ കൂടി ചേരുന്നു. തിയോഫിൻ, ഈ യോഗത്തിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിയോഫിൻ, ഈ ആന ഉടമകളുടെയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെയും യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ ഇന്ന് കൊടിയേറുകയാണ്. ആദ്യം പാറമേക്കാവ് ക്ഷേത്രത്തിലാണ് കൊടിയേറുക. അതിനുശേഷം ആദ്യം തിരുവമ്പാടി ക്ഷേത്രത്തിലും അത് കഴിഞ്ഞ പാറമേക്കാവിലും ആണ് കൊടിയേറുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ആനകളെ നിയന്ത്രിക്കുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള വനംവകുപ്പിന്റെ സർക്കുലറിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ആനകളെ പൂരം എഴുന്നള്ളിപ്പിന് വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് ആന ഉടമകളുടെ സംഘടന. ഇതുമായി ബന്ധപ്പെട്ട് ആന ഉടമ സംഘടനയുടെ യോഗം തൃശ്ശൂരിൽ ചേരുന്നുണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് യോഗം നടക്കുക. ഇതിലാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. ഈ വിഷയം വലിയ പ്രതിസന്ധിയാണ് പൂരത്തിനുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പൂര കമ്മിറ്റി ഭാരവാഹികളുടെയും ആന ഉടമകളുടെയും നിലപാട്. അശാസ്ത്രീയമായ സർക്കുലറാണ്, തീർത്തും അപ്രായോഗികമാണ് ഈ സർക്കുലറിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങളെന്നും ആന ഉടമകൾ പറയുന്നു. ഇതിൽ ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ സർക്കുലർ പിൻവലിക്കണമെന്നാണ് അവരുടെ പ്രധാനമായ ആവശ്യം. ഇതില്ലെങ്കിൽ പൂരത്തിന് എഴുന്നള്ളിപ്പിന് ആനകളെ വിട്ടു നൽകില്ല എന്ന നിലപാടാണ് നിലവിൽ ആന ഉടമകൾ സ്വീകരിച്ചിരിക്കുന്നത്.
ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഉണ്ടാവും. യോഗശേഷം ആ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. എന്തായാലും പൂരം കൊടിയേറ്റ് നടക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കി. 11 മണിക്കും 11:30ക്കും ഇടയിലായി തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂരത്തിന്റെ കൊടിയേറ്റം നടക്കും. അതിനുശേഷം പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറും. തുടർന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾക്കുള്ളിൽ 8ഓളം ക്ഷേത്രങ്ങളുണ്ട് പൂരത്തിൽ പങ്കാളികളായ. ഈ ക്ഷേത്രങ്ങളിലും പൂരത്തിന്റെ കൊടിയേറ്റ് നടക്കും. ഈ കൊടിയേറ്റം നടക്കാനിരിക്കുന്ന ദിവസമാണ് നിർണായകമായ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉച്ചയോടുകൂടി തീരുമാനം അറിയാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ യോഗ തീരുമാനങ്ങൾ ഉച്ച കഴിഞ്ഞ് അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു പ്രായോഗികമായ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ എന്തായാലും പൂരം നടത്തിപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പും അതോടൊപ്പം തന്നെ ആന ഉടമ സംഘടനകളും ക്ഷേത്ര ഭാരവാഹികളും പൂരം ഭാരവാഹികളും എല്ലാം എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും ജനങ്ങൾ കാത്തിരിക്കുന്നത് സുഗമമായ ഒരു പൂരം നടത്തിപ്പിന് വേണ്ടിയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത്. നിരവധി പേർ പല നാടുകളിൽ നിന്ന് പൂരം കാണാനായി തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ പൂരത്തിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രതിസന്ധി മാറിക്കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് പൂരപ്രേമികളെല്ലാം. ടിഒഫിനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.